ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വിചാരിച്ചു വിഷുവൊക്കെ കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ ആയി നല്ലൊരു വീഡിയോ ഇട്ടിട്ട്. ചെറിയൊരു വീഡിയോ ആണത് കേട്ടോ. ഈ വിഷു കഴിഞ്ഞ് ചക്കയൊക്കെയുള്ള അവസ്ഥയ്ക്ക് ഞാൻ ഇന്നൊരു ചക്കക്കുരുവും കുമ്പളങ്ങയും വെച്ചിട്ടൊരു ഓലനാണ് ചെയ്യാൻ പോണത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇതാരെങ്കിലും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇടുന്നതിന് കുറച്ച് കമൻസ് തരിക. ആൻഡ് എന്ത് കമൻസ് എഴുതിയാലും എൻകറേജിങ് ആയിട്ടുള്ളത് എഴുതാൻ നോക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുമ്പളങ്ങയും ചക്കക്കുരും കൂടിയിട്ടാണ് ചെയ്യാൻ പോണത്. ഇതൊരു ഇളന്തു കുമ്പളങ്ങയാണ്. അപ്പം ഞാൻ അതിൻ്റെ നടുവിലത്തെ കുരു ഒന്നും കളയേണ്ടതായിട്ട് വന്നിട്ടില്ല. കളഞ്ഞാൽ ആ കുമ്പളങ്ങയുടെ പകുതിയും പോവും. പിന്നെ ഒരു 6 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ നല്ല ഘനമില്ലാതെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. അതേമാതിരി ഈ ചക്കക്കുരു എനിക്ക് കിട്ടിയിരിക്കണ വളരെ നല്ലൊരു ചക്കക്കുരുവാണ്. എനിക്കറിയില്ല, അത് ഉരുളക്കിഴങ്ങുമാരി ഇരിക്കുക. ഞാനത് ചക്ക നിന്ന് എടുത്തപ്പോൾ തന്നെ വലിയ വലിയ കുരു. അതിനെ കട്ട് ചെയ്തപ്പോൾ അത് വളരെ നൈസായിട്ട് വരിക. കണ്ടോ, ഇങ്ങനെ ആണ് ചക്കക്കുരുവിനെ മുറിക്കുമ്പോൾ കിട്ടുന്നത്. സാധാരണ ഭയങ്കര ഹാർഡായിരിക്കും. ഇത് ഹാർഡേ അല്ല, നല്ല ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുന്ന മാതിരി ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനെ എല്ലാറ്റിനെയും നന്നായി കഴുകി ഇപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടു. പക്ഷെ ഞാനിത് ചെയ്യാൻ പോണത് എൻ്റെ ഒരു കുക്കറിലാണ്. അപ്പോൾ ഒരു വിസിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. ഒരൊറ്റ വിസിൽ നന്നായി മിക്സായിട്ട് വരും. നമ്മൾ പറയില്ലേ, അത് കഴുകി ചേരണം എന്നാൽ രണ്ടും കൂടിയിട്ട് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പുതിയ കുക്കറാണ്, അതിലിട്ടു. അപ്പോൾ ഒരു വിസിൽ ധാരാളം മതി. അത് രണ്ടും കൂടി കഴുകി നന്നായി കുക്കറിലിട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോണത് ഒരു 3 പച്ചമുളകാണ്. അതെടുത്തിട്ട് ഞാനെല്ലാം നന്നായി കീറി, പച്ചമുളകിനെയൊക്കെ 2-3 കഷ്ണമായി കീറി 3 എണ്ണം ഉണ്ട്. നല്ല എരിവുള്ളതാണ്. അപ്പോൾ അത് ധാരാളം മതിയാവും. എന്നിട്ട് അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഉപ്പിട്ടു. അതൊന്ന് പറയാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഈ കുക്കർ മൂടി വെച്ചിട്ട് വിസിലിടുന്നത് ആ വീഡിയോ പാർട്ട് പോയി. പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കുക്കർ തുറന്നിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സോറി ഫോർ ദാറ്റ് ഇൻറ്ററപ്ഷൻ. ഇപ്പോൾ ഞാൻ തുറന്നു. ഇപ്പം വെള്ളം കുറച്ച് കൂടുതൽ മാതിരി തോന്നുന്നു. അപ്പം ഞാൻ അതിനെ ഇളക്കാതെ തന്നെ വേഗം ആ വെള്ളത്തിനെ ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചാലേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതിപ്പോൾ നന്നായി വറ്റിയെടുത്തു. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ഒരു 3 ടീസ്പൂണല്ല 3 ടേബിൾ സ്പൂൺ കഷ്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതും കൂടി ഒഴിച്ച ശേഷം അതിലേക്ക് ഇനി നല്ല ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുക. കശക്കിയിട്ട് തണ്ടോട് കൂടിയിട്ട് കറിവേപ്പില ഇടുമ്പോഴാണ് അതിന് നല്ലൊരു മണം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ കറിവേപ്പില എടുത്തിട്ട് വന്നിട്ട് ഇനി അതുകൂടി അതിലേക്ക് ചേർക്കട്ടെ. എന്താ, കറിവേപ്പില കൂടി ഇട്ടു. ഇനി അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ ഒഴിക്കുന്നതാണ് വെളിച്ചെണ്ണ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എൻ്റെ ഓലൻ, നല്ല ടേസ്റ്റി ഓലൻ റെഡിയായി. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.